വീട്ടിലെ ദാരിദ്ര്യം കാരണം 8ാം വയസ്സ് മുതൽ ചെറിയ ജോലികൾ ചെയ്ത് കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത, പഠന വൈകല്യം കാരണം പല ക്ലാസ്സുകളിലും തോറ്റുപിടിച്ച ഒരു പയ്യൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസിൽ ഒരാളായി മാറിയ കഥ. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രീസ്റ്റ് ആവാൻ ആഗ്രഹിച്ച് ആകസ്മികമായി അഭിനയിച്ച ഒരു നാടകത്തിലെ വേഷത്തോടെ അഭിനയ കമ്പം കയറി സിനിമകളുടെ ഓഡീഷനായി പണം കണ്ടെത്താൻ പല റെസ്റ്റോറന്റുകളിൽ ക്ലീനറായി ജോലി ചെയ്ത അവന്റെ പേര് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നു. ദി സ്റ്റോറി ഓഫ് ടോം ക്രൂസ്. 100 Days 100 Stories, Day 72. ഡിസ്ലെക്സിയ എന്ന പഠന വൈകല്യം കാരണം എത്ര ശ്രമിച്ചിട്ടും പഠിക്കാൻ കഴിയാത്തൊരു കുട്ടിയായിരുന്നു ടോം. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പല സ്ഥലങ്ങളിലായി വീട് മാറി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ കുടുംബം. ഓരോ വർഷവും ഇങ്ങനെ മാറി താമസിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ ആരും ഇല്ലാതിരുന്ന തന്റെ നിരതെറ്റിയ പല്ലുകൾ കാരണം രൂപത്തിന്റെ പേരിൽ സഹപാഠികളിൽ നിന്ന് പോലും അത്രയും ബുള്ളിങ് അനുഭവിക്കേണ്ടി വന്ന ഒരു 10 വയസ്സുകാരൻ. അവന്റെ ചെറിയ മനസ്സ് തളർന്നു പോകാൻ ഇവയൊക്കെ തന്നെ ധാരാളമല്ലേ. ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാൻ വേണ്ടി സ്കൂളിൽ സ്പോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത അവൻ സ്കൂൾ റെസ്ലിംഗ് ടീമിൽ അംഗമായി. എന്നാൽ കാൽമുട്ടിനേറ്റൊരു പരിക്ക് കാരണം ടീമിൽ നിന്നും പുറത്തായ ടോം ദൈവമാർഗത്തിൽ സഞ്ചരിക്കാൻ ഒരു വൈദികനാകാൻ തീരുമാനിച്ചു. അങ്ങനെ തനിക്ക് പ്രത്യേകിച്ച് യാതൊരു ടാലന്റും ഇല്ല എന്ന് കരുതി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആകസ്മികമായി സ്കൂളിൽ ഒരു നാടകത്തിൽ ഒരു വേഷം ചെയ്യേണ്ട കുട്ടി വരാതിരിക്കുകയും ആ വേഷം ആക്സിഡന്റലി ടോമിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. അഭിനയം അവനെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി. തന്റെ മേഖല അഭിനയമാണെന്ന് തിരിച്ചറിഞ്ഞ ടോം അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ എഫോർട്ട് എടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ സിനിമയിൽ യാതൊരു മേൽവിലാസവും ഇല്ലാത്ത ഒരാൾക്ക് സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലല്ലോ. ന്യൂയോർക്കിലെത്തിയ അദ്ദേഹം പല ജോലികൾ ചെയ്തു. പോർട്ടറായും പല റെസ്റ്റോറന്റുകളിൽ ക്ലീനറായും അദ്ദേഹം വർക്ക് ചെയ്തു. 1981 എൻലെസ് ലവ് എന്ന സിനിമയിൽ ചെറിയൊരു വേഷം കിട്ടിയ അദ്ദേഹം മാക്സിമം ആളുകളെ പരിചയപ്പെടാനും ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാനും തുടങ്ങി. ചെറിയ ചെറിയ വേഷങ്ങൾ അദ്ദേഹം നായകനെ എത്തിയ 83 റിസ്കി ബിസിനസ്സിലൂടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി തുടങ്ങി. എന്നാൽ 1986 പുറത്തിറങ്ങിയ ടോപ്പ് ഗണ്ണിലൂടെ ടോം ക്രൂസ് ലോകം അറിയപ്പെടുന്ന സ്റ്റാറായി മാറി. മിഷൻ ഇംപോസിബിൾ സീരീസിലൂടെയും എണ്ണം പറഞ്ഞ ആക്ഷൻ സിനിമകളിലൂടെയും സാഹസികതയുടെ പര്യായമായി മാറിയ പേര് ടോം ക്രൂസ്, ദ ഹയസ്റ്റ് പെയ്ഡ് ആക്ടർ ഇൻ ദ വേൾഡ്. തന്റെ യാത്രയെക്കുറിച്ച് ടോം ക്രൂസ് ഒരിക്കൽ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് കഷ്ടപ്പെടുമ്പോൾ 2 ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഒന്ന്, എല്ലാം വിധിക്ക് വിട്ട് മുങ്ങിത്താഴാം. അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഒന്ന് നീന്തി നോക്കാം. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്.